ഹലോ. അപ്പോൾ ഇന്നൊരു ചക്കപ്പുഴുക്കിൻ്റെ റെസിപ്പി ആട്ടോ. ഇത് ചക്കപ്പുഴുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ വടക്കൻ കേരളത്തിൽ ഉണ്ടാക്കുന്ന ടൈപ്പല്ല. ഈ മധ്യ തിരുവിതാംകൂറൊക്കെ ഉണ്ടല്ലോ, ആലപ്പുഴ ആ സൈഡൊക്കെ ഉണ്ടാകുന്ന ചക്ക വേവിക്കുന്ന കേട്ടോ ചക്കപ്പുഴുക്ക്. ഓക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആകെ വേണ്ട, അപ്പോൾ ഇത് ഞാൻ ചക്കയും മീൻകറിയാണ് കേട്ടോ. മീൻകറീൻ്റെ റെസിപ്പി ഞാൻ അവിടെ കാണിക്കുന്നില്ല, ചക്ക മാത്രം. ഓക്കെ. അപ്പം ഇതൊരു ഭയങ്കര അടിപൊളി കോമ്പിനേഷൻ ആട്ടോ, ചക്കയും മീൻകറി എന്ന് പറഞ്ഞാൽ, അതും പ്രത്യേകിച്ച് മുളകിട്ട മീൻകറി ആകുമ്പം. അപ്പം അതിന് വേണ്ടി ഞാൻ ആദ്യം ചക്ക ഒരുക്കി. ചക്ക ഫുള്ള് ഈ ചവണിയൊക്കെ കളഞ്ഞ് ഇങ്ങനെ ഒരുക്കി വെച്ചു. ഇത് വരിക്കച്ചക്ക കേട്ടോ. എന്നിട്ട് ഇതെല്ലാം മാറ്റി കുരുവൊക്കെ മാറ്റി അരിഞ്ഞ് വെച്ചു. എന്നിട്ട് നമുക്ക് അതിൻ്റെ അരപ്പുണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് തേങ്ങ എടുത്തു. തേങ്ങയിലൊരു 3 അല്ലി വെളുത്തുള്ളി ഇട്ടു, കുറച്ച് ജീരകം ഇട്ടു. എന്നിട്ട് പിന്നെ കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്, എരിവില്ലാത്ത മുളക് പൊടി കേട്ടോ. കുറച്ച് മുളക് പൊടിയും പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഒരു 3-4 പച്ചമുളകും ആഡ് ചെയ്തു കേട്ടോ. എന്നിട്ട് അതെല്ലാം കൂടി അരച്ചു ഒന്ന് ചതച്ചെടുത്തു മിക്സിയിൽ കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ചക്ക അരിഞ്ഞുണ്ടല്ലോ ഈ കുക്കറിലിട്ടു. കുക്കറിലിട്ടിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചു, കാരണം ഇതിങ്ങനെ ഒട്ടും വെള്ളമില്ലാണ്ട് ഉണ്ടാവുക ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ. എന്നിട്ട് അതിലേക്ക് ഞാൻ എന്ത് ചെയ്യും, അരപ്പില്ലേ അരച്ചതിട്ടു, ഉപ്പും ഇട്ടു, കുറച്ച് കരിവേപ്പില ഇട്ടു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, കുക്കറിലിട്ടിട്ട് ഒരു വിസിലിട്ട്, ഒറ്റ വിസിലേ അടിച്ചുള്ളൂ. വിസിലടിച്ചു, അത് തുറന്നിട്ട് പിന്നെ ഞാൻ അതിലേക്ക് എന്ത് ചെയ്തു, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇതാ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. ആ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ ചെറിയൊരു തീയിൽ വേണമെങ്കിലും ചെയ്യാം, എല്ലാം ഇങ്ങനെ തന്നെ അടയ്ക്കാനും മതി, കാരണം നല്ല കണ്ട് ആവി വരുന്ന കണ്ടില്ലേ. അപ്പോൾ നല്ല ചൂട്. അപ്പോൾ ഇത് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ കഴിഞ്ഞ് നല്ലോണം ഇളക്കണം കേട്ടോ, എന്നാലാണ് അത് ഈ ഒരു രൂപത്തിലേക്ക് ആയി കിട്ടുള്ളൂ. കാരണം വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലോണം ഇങ്ങനെ ഇളക്കുക. ഒരു മരത്തവി ഉണ്ടാവില്ലേ, അതിൻ്റെ ഈ ബാക്ക് സൈഡ് കൊണ്ട് ഇങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. എന്നിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.